വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കിലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 ആളുകളെ ഭക്ഷിപ്പിച്ച മഹത്തായ അത്ഭുതമാണ്. ഇത് വെറും ഒരു അത്ഭുതം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവരാജ്യത്തിൻ്റെ രഹസ്യവും വെളിപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോസ്തോലന്മാർ സേവന പ്രവർത്തനം കഴിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തുന്നു. അവൻ അവരെ ബെത്സയിദ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വലിയ ജനക്കൂട്ടം അവനെ പിന്തുടരുന്നു. യേശു അവരെ സ്വീകരിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് ഉപദേശിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ ജനങ്ങളെ വിട്ടയപ്പാൻ യേശുവിനോട് പറയുന്നു. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നത് മറിച്ചാണ്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ വചനഭാഗം നമ്മെ 3 പ്രധാന ആത്മീയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ കരുണ. ജനക്കൂട്ടം യേശുവിനെ പിന്തുടർന്നപ്പോൾ അവനവരെ തള്ളിയില്ല. അവനവരെ സ്വീകരിച്ചു, പഠിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പിതാവ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഹൃദയം കരുണയാൽ നിറഞ്ഞതാണ്. അവൻ മനുഷ്യരുടെ ആത്മാവിനെയും ശരീരത്തെയും രക്ഷിക്കുവാൻ വന്നവനാണ് എന്നാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യരുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, അവരുടെ ഭൗതിക ആവശ്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. 2-ാമത്തെ ചിന്ത എന്നുള്ളത് ചെറിയ സമർപ്പണം, വലിയ അനുഗ്രഹം. ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് 5 അപ്പവും 2 മീനും മാത്രമാണ്. അതുകൊണ്ട് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഭക്ഷിപ്പിക്കുവാൻ സാധിക്കില്ല എന്നവർ കരുതി. എന്നാൽ യേശു ആ ചെറിയ ഭക്ഷണത്തെ എടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു, അതിനെ ആശീർവദിച്ചു. അതിനുശേഷം അത് വർദ്ധിച്ചു, എല്ലാവരും തൃപ്തിയായി ഭക്ഷിച്ചു. സെൻറ്റ് ജോൺസ് ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് പറയുന്നത്, മനുഷ്യൻ ചെറിയതിനെ സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ മഹത്തായ അനുഗ്രഹമാക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ചെറിയ വിശ്വാസവും ചെറിയ സേവനം പോലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി മാറുന്നു. 3-ാമത്തെ ചിന്ത എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ സൂചന ആണ്. ഈ അത്ഭുതത്തിൽ യേശു അപ്പമെടുത്തു, നന്ദി പറഞ്ഞു, മുറിച്ചു ശിഷ്യന്മാർക്ക് നൽകി. ഇത് പിന്നീട് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു മുൻകൂട്ടി കാണിച്ച സംഭവമായിട്ട് നമുക്ക് കരുതുവാൻ സാധിക്കും. എഫ്രൈം ദ സിറിയൻ പറയുന്നത്, അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ മുൻകൂട്ടി കാണിക്കുന്നു എന്നാണ്. കുർബാനയിൽ നാം സ്വീകരിക്കുന്നത് വെറും അപ്പം മാത്രം